കുരുക്ഷേത്ര യുദ്ധം നടക്കാനിരിക്കുന്ന ആ സമയത്ത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് യുദ്ധം ഒഴിവാക്കാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പരമാവധി ശ്രമിച്ചിരുന്നു. പക്ഷേ യാതൊന്നും ഫലം കണ്ടില്ല. ഒരിക്കൽ കൂടി പരിശ്രമിക്കാമെന്ന് കരുതിയിട്ട് ഭഗവാൻ ഹസ്തിനപുരിയിലേക്ക് പുറപ്പെടുകയാണ്. ദുര്യോധനെ ഒന്നുകൂടി കണ്ടിട്ട് ഒരു അവസാന ശ്രമമെന്ന നിലയിൽ സംസാരിക്കുകയായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ യാത്രയുടെ ഉദ്ദേശ്യം. തലസ്ഥാന നഗരിയായ ഹസ്തിനപുരിയിൽ വഴുനീള കൊട്ടാരങ്ങളാണ്. വീരശൂരപരാക്രമികളുടെ കൊട്ടാരങ്ങൾ കടന്നിട്ട് വേണം രാജധാനിയിൽ ദുര്യോധന സവിധത്തിലെത്താൻ. ശ്രീകൃഷ്ണന്റെ തേരൊച്ച കേട്ടിട്ട് എല്ലാവരും ആകാംക്ഷയോടെ പടിപ്പുരവാതിൽക്കൽ ശ്രീകൃഷ്ണ ഭഗവാനെ എതിരേൽക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ട് ശ്രീകൃഷ്ണന്റെ തേര് വളരെ മന്ദഗതിയിലായി. ഓരോരുത്തരുടെയും അടുത്തുനിന്ന് അഭിവാദ്യം സ്വീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരേ ആവശ്യം, തങ്ങളുടെ കൊട്ടാരത്തിൽ ശ്രീകൃഷ്ണൻ ഒന്ന് കയറിയിട്ട് പോകണം, ആതിഥ്യം സ്വീകരിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ഓരോരുത്തരുടെയും വാക്കുകൾ കൃഷ്ണൻ സശ്രദ്ധം സന്തോഷത്തോടെ കേൾക്കുന്നുണ്ട്. ഭീഷ്മപിതാമഹർ പറയുകയാണ്, എൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകൂ കൃഷ്ണ. ദ്രോണർ പറയാണ്, എൻ്റെ വീടാണിത് കൃഷ്ണ, ഒന്ന് കയറിയിരിക്കൂ. അശ്വത്ഥമാവ് പറയാണ്, ഇതാണ് എൻ്റെ വീട് കൃഷ്ണ, അങ്ങ് ഇത് കണ്ടിട്ടില്ലല്ലോ, വരൂ ഒന്ന് കണ്ടിട്ട് പോകൂ. ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാവരുടെയും വാക്കുകൾ ക്ഷമയോടെ കേട്ടു. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ തന്നെ എല്ലാവരെയും ആശീർവദിച്ചു. എന്നാൽ എവിടെയും കയറിയില്ല. ദുര്യോധൻ്റെ കൊട്ടാരത്തിലേക്കാണ് തേര് നേരെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് പടിപ്പുരയിൽ നിന്ന് ഇറങ്ങിയിട്ട് കൈകളൊക്കെ കൂപ്പി ഒരാൾ നിൽക്കണു. വിതുരരായിരുന്നു അവിടെ രാജവീതിയിൽ തൊഴുകയ്യോടെ നിന്നിരുന്നു. വിതുരർ പറയണം, കണ്ണാ, ഇതാണ് ശരിക്കും നിൻ്റെ വീട്, ഒന്ന് കയറിയിരിക്കില്ലേ? കൃഷ്ണന് തേരിൽ നിന്ന് ഇറങ്ങാതിരിക്കാനായില്ല. വിതുരരുടെ വാക്കുകളും ഭാവവും അത്തരത്തിലായിരുന്നു. കൃഷ്ണൻ വിതുരരുടെ ക്ഷണം സ്വീകരിച്ച് വീട്ടിൽ കയറി കുശലാന്വേഷണം നടത്തി. സൽക്കാരം സ്വീകരിച്ച് സ്നേഹത്തോടെ നൽകിയ പാലും പഴവും ഒക്കെ ഭക്ഷിച്ച ശേഷം ദുര്യോധൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. വിതുരരുടെ ഒഴിച്ച് മറ്റുള്ളവരുടെ ആരുടെ ക്ഷണം കൃഷ്ണൻ സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? എന്തായാലും അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. കാരണം വിതുരരൊഴിച്ച് ബാക്കി എല്ലാവർക്കും അഹം എന്നൊരു ഭാവം ഉപചാര വാക്കുകളിൽ പോലും ഉണ്ടായിരുന്നു. എൻ്റെ വീട്, ഞാൻ, താൻ എന്നെല്ലാമാണ് അഹംഭാവത്തിൽ കൃഷ്ണനെ ക്ഷണിച്ചപ്പോൾ വിതുരർ മാത്രമാണ് പറഞ്ഞത്, കണ്ണാ, ഇതാണ് നിൻ്റെ വീട് എന്ന്. വിതുരരിലുള്ള ആ അഹംഭാവമില്ലായ്മ, ആ നിഷ്കളങ്ക ഭാവമാണ് കൃഷ്ണനെ വിതുരരുടെ ആതിഥ്യം സ്വീകരിക്കാൻ നിർബന്ധിതനാക്കിയത്. നമ്മളും ആ അഹം എന്നുള്ള ഭാവം ഇല്ലാണ്ട് വേണം ഭഗവാനെ ഭക്തിയോടെ സ്നേഹിക്കാൻ.